ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ അവൻ നിർബന്ധിച്ചു. എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി. കോതമംഗലത്ത് ജീവനൊടുക്കിയ സോന എൽദോസ് എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിലെ വരികളാണിത്. ഒറ്റ പേജ് കുറിപ്പാണ് പോലീസ് കണ്ടെടുത്തത്. സംഭവത്തിൽ സുഹൃത്ത് റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ, വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡനം, ശാരീരിക ഉപദ്രവം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് റമീസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റമീസിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി. റമീസിന്റെ വീട്ടുകാരെയും സുഹൃത്തിനെയും പ്രതി ചേർക്കാനും നീക്കമുണ്ട്. നിർബന്ധിച്ച് എന്റെ മോള് ടോർച്ചർ ചെയ്തുകൊണ്ടാണ് അവള് മരിച്ചത്. അവരുടെ വീട്ടിൽ അടച്ചിട്ടിട്ട് പൊന്നാനിക്കൊണ്ട് ഒരു കാർ വിളിച്ച് ചേർത്ത്. ഇവന് വിശ്വസിച്ചിട്ടല്ലേ എന്റെ മോള് ഇറങ്ങിപ്പോടാ. സ്നേഹമല്ലോ, ഒത്തിരി കൊല്ലായി സ്നേഹമായിരുന്നു. അപ്പൊ അവള് മരിക്കൂന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വേണം, എന്റെ മോള് മരിക്കൂന്ന് ഞാൻ എനിക്കറിയില്ല എന്റെ മോള് മരിക്കൂന്ന്. എന്റെ കൊച്ചിനെ അവർ അത്രയ്ക്ക് നിർബന്ധിച്ച് എന്തൊക്കെയോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടാണ് അവള് മരിച്ചത്. അവള് ചെറിയ മനഃശക്തിയുള്ള ആളല്ല. സോനയും പറവൂർ പാനായിക്കുളം സ്വദേശി റമീസും തമ്മിൽ ആലുവ UC കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ പ്രണയത്തിലായിരുന്നു. പ്രണയം വീട്ടിലെറിഞ്ഞതോടെ വിവാഹത്തിന് സോനയുടെ കുടുംബം സമ്മതിച്ചു. എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് ആദ്യം മുതലേ റമീസും കുടുംബവും നിർബന്ധം പിടിച്ചു. സോന അതിന് സമ്മതവുമായിരുന്നു. അതിനിടെയാണ് 3 മാസം മുൻപ് സോനയുടെ അച്ഛൻ എൽദോസ് വീടിനടുത്ത കുളത്തിൽ മുങ്ങി മരിച്ചത്. അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തകർന്ന കുടുംബം 1 വർഷം കഴിഞ്ഞു മതി വിവാഹമെന്ന് റമീസിന്റെ കുടുംബത്തെ അറിയിച്ചു. എന്നാൽ റമീസിനും കുടുംബത്തിനും അത് സമ്മതമായിരുന്നില്ല. സോന ഉടനെ പൊന്നാനിയിൽ പോയി മതം മാറണമെന്നും റമീസിന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും നിർബന്ധം പിടിച്ചു. അതിനിടെയാണ് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ റമീസിനെ ആലുവയിൽ നിന്നും അനാശാസ്യത്തിന് പിടികൂടിയത്. ഇതറിഞ്ഞതോടെ റമീസിനെ സോന ചോദ്യം ചെയ്തു. തർക്കങ്ങൾക്കൊടുവിൽ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ സോന സമ്മതം അറിയിച്ചു. എന്നാൽ ഇനി മതം മാറാൻ തയ്യാറല്ലെന്നും രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നും നിലപാടുമെടുത്തു. രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സോനയെ തന്റെ പാനായിക്കുളത്തെ വീട്ടിലെത്തിച്ചു. മതം മാറണമെന്ന് റമീസ് വീണ്ടും നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പോലീസും പറയുന്നത്. തന്നെ റമീസ് മർദ്ദിച്ചതും മതം മാറാൻ നിർബന്ധിച്ചതുമെല്ലാം റമീസിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സാന്നിധ്യത്തിലായിരുന്നുവെന്ന് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിലും പറയുന്നുണ്ട്. അവിടെ റൂമിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ അമ്മയും വാപ്പയും പെങ്ങളും അവൻ്റെ കൂട്ടുകാർ കൂടി എല്ലാവരും കൂടി മാനസികമായിട്ട് വളരെ പ്രഷറാക്കി അവളെ. മാത്രമല്ല അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അവളുടെ ഇവിടെ പാടുണ്ടായിരുന്നു, ഇവിടെയും പാടുണ്ടായിരുന്നു. അവളെന്നിട്ട് റൂമിൽ നിന്ന് തുറന്നു വിട്ടത് എൻ്റെ പേര് പറഞ്ഞ. അവളുടെ കയ്യിൽ ഫോണുണ്ടായിരുന്നു. എന്നിട്ട് ഈ കൂട്ടുകാരിനെ വിളിച്ചു. ഈ കൂട്ടുകാരി പറയുമ്പോൾ ഇതൊക്കെ അറിയണം. ഞാൻ എൻ്റെ ഞാനേനെ വിളിച്ച് പറയും. അപ്പം അതിനു മുമ്പ് തന്നെ എന്നെ തുറന്നു വിടാൻ പറയാൻ പറഞ്ഞു. അതാണ് ഉണ്ടായത്. വീട്ടിലേക്ക് മടങ്ങിയ സോനയെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ റമീസ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും മതം മാറാൻ നിർബന്ധിച്ചു എന്നും പറയുന്നു. റമീസും സോനയും തമ്മിലുള്ള ചാറ്റുകളും ഫോൺ റെക്കോർഡുകളും പോലീസിന് ലഭിച്ചു. അവന്റെ റൂമിൽ പൂട്ടിയിട്ടൊക്കെ വേണ്ടി എന്നെ വീട്ടിൽ അവർ ചായയൊക്കെ തന്ന് സഹകരിക്കാൻ തുടങ്ങി. ഞാൻ കുടിച്ചൊന്നും ഇല്ല, എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ കേട്ട് തിന്നു. എന്നെ മതം മാറാൻ വേണ്ടി എന്നെ പൊന്നാനി കൊണ്ടാക്കാൻ വേണ്ടി പൂവാടി എന്ന് പറഞ്ഞ് അവളെന്നെ വിളിച്ച് കരയുക. അപ്പോഴത്തേക്ക് പറഞ്ഞു വേടി. അപ്പം എന്നിട്ടാണെങ്കിൽ അവൾ പറഞ്ഞു വേടി ഞാൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും, എന്നെ എങ്ങനെയും വെറുതെ വിടാൻ പറഞ്ഞ്. അങ്ങനെയാണ് അവളെ അവിടെ നിന്ന് ഇറക്കി അവളെ പോകുന്നതെന്ന് പറഞ്ഞത്. ഒടുവിൽ വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കില്ലെന്നും തന്റെ അപ്പന്റെ അടുത്തേക്ക് പോവുകയാണെന്നും ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് സോന ശനിയാഴ്ച വൈകിട്ട് ജീവനൊടുക്കി. അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുത്ത കോതമംഗലം പോലീസ് റമീസിനെ രാവിലെ കസ്റ്റഡിയിലെടുത്തു. റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും സോനയെ ഉപദ്രവിച്ചു എന്ന വകുപ്പും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നീ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തത്. കൊച്ചി.